ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ദിവസമായിട്ട് ഞാൻ നാട്ടിലായിരുന്നു. എൻ്റെ അച്ഛൻ മരണപ്പെടുകയുണ്ടായി. അതേ തുടർന്ന് കുറച്ച് നാൾ ഒരു ബ്രേക്കായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും കാണാഞ്ഞത്. സോ ഒബിയസ്ലി വി ഹാവ് ടു റിക്കവർ, റൈറ്റ്? റിക്കവറി സ്റ്റേജിലാണ്. അതിൻ്റെ ഒരു ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു നഷ്ടമാണ് എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ വളരെ നന്ദി. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. B1 B2 വിസയിൽ നിന്നല്ല, ഏത് വിസ ഇൻ്റർവ്യൂവിനും ഏത് ജോബ് ഇൻ്റർവ്യൂവിനും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡ്രസ് കോഡ്. നല്ല രീതിയിലുള്ള വസ്ത്രധാരണം നമ്മുടെ ഒരു അറ്റയറും കീപ്പ് ചെയ്യുന്നത് നമ്മുടെ ഇൻ്റർവ്യൂകളിൽ സക്സസിനെ വളരെയധികം സ്വാധീനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ജോബ് ഇൻ്റർവ്യൂസിന് പർട്ടിക്കുലർലി നമുക്ക് അറിയാം എങ്ങനെയാണെന്ന്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നത്. പക്ഷേ B1 B2 വിസ ഇൻ്റർവ്യൂവിൽ നിങ്ങളുടെ അറ്റയർ എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് സൂട്ടും കോട്ടും ഇട്ട് ടൈയും ധരിച്ച് അവിടെ ചെല്ലണമെന്നൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ. ബട്ട് ഇഫ് യു ക്യാൻ വെയർ എ സ്യൂട്ട് ഓർ ബ്ലേസർ, ഇറ്റ് ഈസ് വെരി ഗുഡ്. സൂട്ട് ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു ടൈ ഒക്കെ ഇട്ടതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ദ അറ്റയർ ഷുഡ് ബി പ്രൊഫഷണൽ. ഒരു കളിക്കാനോ അല്ലെങ്കിൽ ഒരു പാർക്കിൽ പോകുന്ന പോലെ അവിടെ പോകരുത്. ഒരു ടീ, റൗണ്ട് നെക്കല്ല, സാധാ ടീ, പോളോ, പിന്നെ ഒരു കോട്ടൺ പാൻ്റ് അല്ല, ഒരു ജീൻസിൽ തന്നെ കുഴപ്പമൊന്നുമില്ല, ജീൻസൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഒരു ഫോർമൽ ഷൂസ്, അതാണ് ഒരു നോർമൽ ഒരു സാധാ ഒരു അറ്റയർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ലേഡീസിനാണെങ്കിൽ ഒരു ഫ്രോക്ക് അല്ലെങ്കിൽ സ്കേർട്ട് ആൻഡ് ബ്ലൗസ്, ഇല്ല ചുരിദാർ, അല്ലെങ്കിൽ എത്നിക് ആയിട്ടുള്ള ഏതെങ്കിലും സാരി, എവറിത്തിങ് ഈസ് ഓക്കെ. സോ അബൌട്ട് കളേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓവർ ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉപയോഗിക്കരുത്. ഓവർ ഫ്ലൂറസെൻ്റ് ആയിട്ടുള്ള കളേഴ്സ്, ലൈറ്റ് പിങ്ക്, ലൈറ്റ് വയലറ്റ്, പേർപ്പിൾ, പിന്നെ ലൈറ്റ് ഗ്രീൻ, ക്രീം, ഓഫ് വൈറ്റ്, അങ്ങനെയുള്ള ലൈറ്റ് ഷെയ്ഡ്സുള്ള ടോപ്പും ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഓവർ മേക്കപ്പ് പാടില്ല കേട്ടോ. ഓവർ മേക്കപ്പ് കാണുമ്പോൾ തന്നെ നമുക്കൊരു അരോചകമാണ്. നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ പോസ്ചർ അനുസരിച്ചിട്ടുള്ള മേക്കപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ആ മേക്കപ്പ് വളരെ മൈൽഡായിട്ടുള്ള മേക്കപ്പ് സെറ്റ് ചെയ്യുക. വിയർ എ പെർഫ്യൂം അത്യാവശ്യമാണ്. നിങ്ങൾ ബാഡ് സ്മെൽ ഉണ്ടാകാൻ പാടില്ല. നല്ലൊരു പെർഫ്യൂം വിയർ ചെയ്യുക. പിന്നെ ബാക്കി പറഞ്ഞതുപോലെ തന്നെ ഓവറായിട്ടുള്ള പിന്നെ കളേഴ്സ്, അതായത് ഈ പറഞ്ഞ ഫ്ലൂറസെൻ്റ് അല്ലെങ്കിൽ ഓവർ ബ്രൈറ്റ് കളേഴ്സ് ഉപയോഗിക്കരുത്. മൈൽഡായിട്ടുള്ള ന്യൂഡായിട്ടുള്ള ഷെയ്ഡ്സുള്ള ലിപ്സ്റ്റിക്കുകൾ ഉപയോഗിക്കുക. പെർഫ്യൂം വെയർ ചെയ്യുക. പിന്നെ പലരും ചോദിക്കുന്ന ചോദ്യം, ഒരുപാട് ഓർണമെൻറ്റ്സ് ഇടാൻ പറ്റും. ഓർണമെൻറ്റ്സ് ഒരുപാട് ഉണ്ട് ആവശ്യം. നമ്മൾ കല്യാണം പെണ്ണ് കാണാൻ പോകുന്നതല്ലോ. ഒരു ചെയിൻ അല്ലെങ്കിൽ ഒരു ബ്രേസ്ലെറ്റ്, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഓവറായിട്ട് ജ്വല്ലറിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പോകുന്നത് അതൊരു നെഗറ്റീവ്, ഒരു അഡ്വേഴ്സ് എഫക്റ്റേ ഉണ്ടാക്കിയുള്ളൂ. സോ ഇത്രയൊക്കെയാണ് ബേസിക്കായിട്ട് നമ്മുടെ ഒരു വസ്ത്രധാരണത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഒരു ആണുങ്ങൾക്കാണെങ്കിൽ ഒരു ടീ അല്ലെങ്കിൽ ഒരു ഫോർമൽ ഷർട്ട്, ഫോർമൽ പാൻറ്റ്സ് വിത്ത് ഫോർമൽ ഷൂസ്. ടക്കിൻ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ടക്കിൻ ചെയ്യണമെങ്കിൽ ടക്കിൻ ചെയ്യാം. ഫുൾ സ്ലീവ് ഉപയോഗിക്കാം. അതിൽ കൈ മടക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫുൾ സ്ലീവിൽ ടക്കിൻ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വൃത്തി, നിങ്ങളുടെ നൈൽസ് തന്നെ നിങ്ങൾ കട്ട് ചെയ്യുക. നൈൽസ് കട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ശരീരം വൃത്തിയായി സൂക്ഷിക്കുക. നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ മുഖമാണ് മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ഫേഷ്യൽ, ഇറ്റ്സ് നോട്ട് അബൌട്ട് കളർ ഓർ യുവർ സ്കിൻ ടോൺ. ഇറ്റ്സ് അബൌട്ട് ദ നീറ്റ്നെസ് ഓഫ് യുവർ സ്കിൻ. ഇറ്റ്സ് അബൌട്ട് ദ നീറ്റ്നെസ് ഓഫ് യുവർ അപ്പിയറൻസ് ഷുഡ് ബി നീറ്റ് ആൻഡ് ക്ലീൻ. യു ഷുഡ് ബി ക്ലീൻ. കുളിക്കാതെ നനയ്ക്കാതൊന്നും പോകരുത്. നല്ലോണം വാഷ് ചെയ്ത് ഫേസ് ഒരു സ്ക്രബ് ചെയ്ത് നീറ്റായിട്ട് നിങ്ങളുടെ ഫേസ് വയ്ക്കുക. നിങ്ങളുടെ നല്ലോണം ഉറങ്ങി കണ്ണുകളൊക്കെ വളരെ വൈറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ചുമന്ന കണ്ണുമായിട്ട് രാവിലെ പോയി അവരുടെ മുമ്പിൽ നിൽക്കരുത്. പിന്നെ നിങ്ങളുടെ സംസാരം ഈ പോസ്റ്ററിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. സംസാരം വളരെ ക്ലിയർ ആയിരിക്കണം, ക്രിസ്പായിരിക്കണം. ബ്രേക്സ് ഉണ്ടാവണം, അഡിക്വേറ്റ് ബ്രേക്സ് അതിലുണ്ടാവണം. സോ അതും ശ്രദ്ധിക്കുക. അപ്പോൾ എബൌട്ട് ഫേഷ്യൽ ഹെയർ നിങ്ങൾക്ക് ട്രിം ചെയ്യാം. വളരെ ലൈറ്റായിട്ട് ട്രിം ചെയ്ത്, എന്തായാലും കാടനായിട്ട് വളർത്തിക്കൊണ്ട് പോകരുത്. വളരെ നീറ്റായിട്ട് ട്രിം ചെയ്ത്
സൂക്ഷിക്കുക ഫേഷ്യൽ ഹെയർസ്. പിന്നെ മുടി ഓവറായിട്ട് വളർത്തണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുടി വളർത്തുന്നതോ വളർത്താതിരിക്കുന്നതോ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അത് നീറ്റായിരിക്കണം. അവിടെ ഇവിടെയൊക്കെ പാറി നടന്ന ഒരു മുഖത്തിൻ്റെ ഒരു അപ്പിയറൻസിന് ഒരു വൃത്തികേടായിട്ട് ഇരിക്കരുത്. നല്ല നല്ല നിങ്ങളുടെ ബോഡി നിങ്ങളുടെ പോസ്ചറിനനുസരിച്ച് നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ, നിങ്ങളുടെ ഫേഷ്യൽ ഹെയർ എല്ലാം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. സോ ഇതൊക്കെയാണ് നിങ്ങൾ B1 B2 വിസയിൽ പോകാൻ നേരത്തുള്ള ഒരു എന്താ പറയുക, ഒരു ഡ്രസ് കോഡിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റിൽ ഇട്ടോ, ഞാൻ അതിന് തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യും. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പം തുടർന്ന് നമ്മുടെ സീരീസിലെ ബാക്കിയുള്ള വീഡിയോസൊക്കെ പെൻഡിങ് ആണ്. 1 by 1 ആയിട്ട് നമുക്ക് വീക്ക്ലി കാണാം. അപ്പം ഇതുവരെയുള്ള സപ്പോർട്ടിന് വളരെയധികം നന്ദി. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. B1 B2 വിസ സംബന്ധമായ എന്ത് ചോദ്യങ്ങൾക്കും ടെലിഗ്രാം വഴി എന്നെ ബന്ധപ്പെടുക, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറുണ്ട്, ബന്ധപ്പെടുക. ഐ വിൽ ബി ഹാപ്പി ടു ഹെൽപ്പ് യു. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് അഗെയിൻ. Thanks for watching, for all your support and motivation. Take care. Bye-bye.